Hi everyone and welcome to my channel. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കി നോക്കാം. പ്രോബ്ലം നോക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ടേബിൾ അറിഞ്ഞിരിക്കും. അതായത് ഈ ഒരു 6 ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് കൺവേർഷൻ ചെയ്യാൻ യൂസ് ചെയ്യുക. അതായത് നമ്മളൊരു പ്രസന്റ് വാല്യൂ ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. എഫ് ബൈ പി ഐ കോമ എൻ. ഐ പറഞ്ഞ ഇൻട്രസ്റ്റ്, എൻ പറഞ്ഞ യൂസ്ഫുൾ ലൈഫ്. അതിൻ്റെ ഇക്വേഷനാണ് വൺ പ്ലസ് ഐ ഓൾ റെസ് ടു എൻ. പി പറഞ്ഞ പ്രസന്റ് വാല്യൂ. അപ്പോൾ പ്രസന്റ് വാല്യൂ നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഫോർത്ത് കോളത്തിലുള്ള വാല്യൂ ഫിഫ്ത്ത് കോളത്തിലുള്ള ഈ രണ്ട് വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കിട്ടും. നമുക്ക് പ്രസന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ പി ബൈ എഫ് ഐ കോമ എൻ. അതായത് ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ പി ബൈ എഫ് ഐ കോമ എൻ. ഇക്വേഷൻ ഇതാണ്. ഫ്യൂച്ചർ വാല്യൂ മൾട്ടിപ്ലൈ വിത്ത് ദിസ് ഇക്വേഷൻ, ദെൻ വി വിൽ ഗെറ്റ് ദിസ് ആൻസർ. അതായത് പ്രസന്റ് വാല്യൂ കിട്ടും. അതേപോലെ നമുക്ക് ആനുവൽ വാല്യൂ നിന്ന് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ആനുവൽ വാല്യൂ ഈ ഒരു ഇക്വേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടും. ഇനി പ്രസന്റ് വാല്യൂ നിന്ന് ആനുവൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ട വാല്യൂ എപ്പോഴും ടോപ്പിലാണ് ഉണ്ടാക്കുക, ന്യൂമറേറ്ററിലാണ് ഉണ്ടാവുക. അതായത് ഇത് പ്രസന്റ് വാല്യൂ നിന്ന് ആനുവൽ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ പ്രസന്റ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ആനുവൽ വാല്യൂ നിന്ന് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. അതേപോലെ ഫ്യൂച്ചർ വാല്യൂ നിന്ന് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. അങ്ങനെ ഈ 6 ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കി നോക്കാം. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നോക്കി നോക്കാം. There are two alternatives for purchasing a concrete mixture. Both the alternatives have same useful life. Same useful life ആണ്. The cash flow details of alternatives are follows. Alternative 1 ന് initial purchase cost 3 lakh, annual operating and maintenance cost 20,000, salvage value 1,25,000, useful life 5 year. അതേപോലെ തന്നെ alternative 2 നും തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 10% തന്നിട്ടുണ്ട്. ഫ്യൂച്ചർ വെർത്ത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് alternative 1 നോക്കി നോക്കാം. alternative 1 നമുക്ക് നോക്കി നോക്കാം. Alternative 1 ഇനിഷ്യൽ പർച്ചേസ് കോസ്റ്റ് അത് 3 lakh ആണ്. 3 lakh ആണ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞാൽ 20,000 ആണ്. ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞാൽ 20,000 ആണ്. ഇത് നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് ആണ്. കാരണം ഇത് രണ്ടും എക്സ്പെൻഡിച്ചർ ആണ് അഥവാ കോസ്റ്റ്. അതുകൊണ്ട് ഇത് രണ്ടും നെഗറ്റീവ്. പിന്നെ ഉള്ളത് എന്താ തന്നിട്ടുള്ളത്? സാൽവേജ് വാല്യൂ പറഞ്ഞാൽ 1,25,000. ഇത് പോസിറ്റീവ് ആണ് വരിക. കാരണം ഇത് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന ഇൻകം ആണ് സാൽവേജ് വാല്യൂ. യൂസ്ഫുൾ ലൈഫ് N പറഞ്ഞ 5, I പറഞ്ഞ 10%. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇത് നമ്മളപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ഡയഗ്രാം വരയ്ക്കുക. ക്യാഷ് ഫ്ലോ വരയ്ക്കുക. അപ്പൊ ഇതില് എന്തിട്ടാണ് 5 ഇയേഴ്സ് ആണുള്ളത്. 0, 1, 2, 3, 4, 5. മേലുള്ളത് ഇൻകം, മേലേക്കുള്ളത് അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. താഴേക്കുള്ളത് കോസ്റ്റ് ഓർ എക്സ്പെൻഡിച്ചർ, അതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇൻകം ഓർ റവന്യൂ. 0th ഇയറിൽ നമുക്ക് ഇനിഷ്യൽ പർച്ചേസ് കോസ്റ്റ് എന്തെന്നുള്ളത് 3 lakh ആണ് വന്നിട്ടുള്ളത്. 3 lakh. പിന്നെ നമുക്ക് എല്ലാ വർഷവും ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് 20,000. എല്ലാ വർഷവും എൻഡ് ഓഫ് ഇയർ 20,000 വെച്ചിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് 20,000. പിന്നെ സാൽവേജ് വാല്യൂ നമുക്ക് ഇൻകം ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. എത്രയാണ്? 1,25,000. ഇതാണ് വന്നിട്ടുള്ളത്. ഇതാണ് ക്യാഷ് ഫ്ലോ ഡയഗ്രാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ വെർത്ത് മെത്തേഡാണ് കണ്ടുപിടിക്കുന്നത്. എല്ലാ വാല്യൂ നമ്മൾ ഈ ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു പോയിന്റിലേക്ക് ഫ്യൂച്ചർ വെർത്ത് ഓൾട്ടർനേറ്റീവ് 1 ആയതുകൊണ്ട് W1 കൊടുത്തു. ആദ്യക്കുള്ളത് 3 lakh ആണ്. 3 lakh. അതിന്റെ സൈൻ നെഗറ്റീവ് വരിക, കാരണം കോസ്റ്റ് ആണ്. കോസ്റ്റ് ആയതുകൊണ്ട് സൈൻ നെഗറ്റീവ് വരും. 3 lakh. അത് ഏതിലാണ്? പ്രസന്റ് വാല്യൂ ആണ്. ആ പ്രസന്റ് വാല്യൂനെ നമുക്ക് ഫ്യൂച്ചർ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് എഫ് ബൈ പി ഐ കോമ എൻ. ഓക്കെ. അടുത്തത് നെഗറ്റീവ്, കാരണം 20,000 എല്ലാ വർഷവും നമുക്ക് ആനുവൽ ആൻഡ് ഓപ്പറേറ്റിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട് 20,000. അതിന് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എഫ് ബൈ ഏതാണ് വാല്യൂ? 20,000 ഇൻറ്റു എഫ് ബൈ എ കോമ ഐ കോമ എൻ പ്ലസ് സാൽവേജ് വാല്യൂ ഓൾറെഡി നമ്മുടെ ഫ്യൂച്ചർ പോയിന്റിലാണ് കിടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് കൊടുക്കാൻ കാരണം സാൽവേജ് വാല്യൂ ഒരു ഇൻകം ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇനി ഇതിന് നമുക്ക് ഇക്വേഷൻസ് കൊടുക്കുക. എഫ് ബൈ പി ഐ കോമ എന്നും അതേപോലെ എഫ് ബൈ എ ഐ കോമ എന്നും.
അപ്പോൾ -3 ലാക്ക് എഫ് ബൈ പി. ഇവിടെ ഐ പറഞ്ഞാൽ 10% ആണ്, എൻ പറഞ്ഞാൽ 5 years ആണ്. -20,000 ഇൻറ്റു എഫ് ബൈ എ. ഐ പറഞ്ഞാൽ 10%, എൻ പറഞ്ഞാൽ 5 പ്ലസ് 1,25,000 is equal to -3 lakh ഇൻറ്റു എഫ് ബൈ പിയുടെ ഇക്വേഷൻ പറഞ്ഞാൽ എഫ് ബൈയുടെ അതായത് ഫ്യൂച്ചറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ 1 + i all raised to n, അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, n എത്രയാണോ അതിനോട് കൊടുക്കുക. ഇനി എഫ് ബൈ എയുടെ ഇക്വേഷൻ 20,000 ഇൻറ്റു എഫ് ബൈ എയുടെ ഇക്വേഷൻ പറഞ്ഞാൽ 1 + i all raised to n - 1 divided by i plus 1,25,000 is equal to -3 lakh into 1 plus 0.1 all raised to 5 minus 20,000 into 1 plus 0.1 raised to 5 minus 1 divided by 0.1 plus 1,25,000. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്രയാണുള്ളത്. ആദ്യത്തെ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണ് വരിക, -48,3,150 സംതിങ് വരും, ചിലപ്പോൾ പോയിന്റ് വാല്യൂ സംതിങ് വരും. അടുത്ത വാല്യൂ നെഗറ്റീവ് ആണ്, 122,102 വരും. പ്ലസ് അടുത്ത വാല്യൂ പോസിറ്റീവ് 125,000. ടോട്ടൽ എത്ര കിട്ടുന്നത്? ടോട്ടൽ പറഞ്ഞാൽ -48,0252. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫ്യൂച്ചർ വാല്യൂ കിട്ടുന്നത്. FW1 ഫ്യൂച്ചർ വെർത്ത്, ഓൾട്ടർനേറ്റീവ് 1ന്റെ ഫ്യൂച്ചർ വെർത്ത് ഇതാണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചർ വെർത്ത് ഓൾട്ടർനേറ്റീവ് 2ന്റെ കണ്ടുപിടിക്കുക. ഓൾട്ടർനേറ്റീവ് 2ന്റെ നമ്മൾ FW2 ഇതേപോലെ കണ്ടുപിടിക്കുക. ഓൾട്ടർനേറ്റീവ് 2ന്റെ ഇതേപോലെ ആദ്യം നമ്മൾ ക്യാഷ് ഫ്ലോ ഡയഗ്രാം വരയ്ക്കുക. അതേപോലെ തന്നെ ഇനിഷ്യൽ പർച്ചേസ് കോസ്റ്റ്, ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, സാൽവേജ് വാല്യൂ, അതെല്ലാം നമ്മൾ ഈ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യുക, അതുപോലെ കണ്ടുപിടിക്കുക. FW2 നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിൻ്റെ ആദ്യം ക്യാഷ് ഫ്ലോ ഡയഗ്രാം നമുക്ക് വരയ്ക്കണം. ആദ്യം വരയ്ക്കേണ്ടത് ക്യാഷ് ഫ്ലോ ഡയഗ്രാം ആണ്. FW2ന്റെ ഇനിഷ്യൽ കോസ്റ്റ് എത്ര കൊടുത്തുള്ളത്? ഇനിഷ്യൽ കോസ്റ്റ് പറഞ്ഞാൽ 2 lakh ആണ്. 2 lakh ഇനിഷ്യൽ പർച്ചേസ് കോസ്റ്റ് 2 lakh. ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് 35,000. ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞാൽ 35,000. പിന്നെ സാൽവേജ് വാല്യൂ പറഞ്ഞാൽ 70,000. ഇത് രണ്ടും നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഇനി ക്യാഷ് ഫ്ലോ ഡയഗ്രത്തിലാണെങ്കിൽ 0, 1, 2, 3, 4, 5. ഇതിൽ മേലേക്കുള്ളത് ഇൻകം ഓർ റവന്യൂ, താഴേക്കുള്ളത് കോസ്റ്റ് ഓർ എക്സ്പെൻഡിച്ചർ. ഇത് പോസിറ്റീവ് വാല്യൂ, ഇത് നെഗറ്റീവ് വാല്യൂ. 0th ഇയറിന് നമുക്ക് ഇനിഷ്യൽ പർച്ചേസിംഗ് കോസ്റ്റ് പറഞ്ഞാൽ 2 lakh ആണ്. പിന്നെ എല്ലാ വർഷം നമുക്ക് ആനുവൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് 35,000 വരുന്നുണ്ട്. 35,000 വരുന്നുണ്ട്. പിന്നെ സാൽവേജ് വാല്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദി യൂസ്ഫുൾ ലൈഫിൽ നമുക്ക് സാൽവേജ് വാല്യൂ 70,000 കിട്ടുന്നുണ്ട്. ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അപ്ലോഡ് വെച്ചത്. ഇനി നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ നമുക്ക് ഫ്യൂച്ചർ വെർത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ? FW2 പറഞ്ഞാൽ 2 lakh. 2 lakh പറഞ്ഞാൽ കോസ്റ്റ് ആണ്, അതുകൊണ്ട് അതിന് നെഗറ്റീവ് സൈൻ. ഇനി അത് പ്രസന്റ് വാല്യൂ ആണ്, അതിന് നമുക്ക് ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് F/P/I, N. അടുത്തത് 35,000നെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കൺവേർട്ട് ചെയ്യണം. ഇത് ആനുവൽ വാല്യൂ ആണ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കൺവേർട്ട് ചെയ്യാൻ F/A. ആനുവൽ വാല്യൂ ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ F/A/I, N. ഇതാണ് ഇക്വേഷൻ. അടുത്തത് ഓൾറെഡി ഫ്യൂച്ചർ വാല്യൂ ആണ് കിടക്കുന്നത്, സാൽവേജ് വാല്യൂ അതേ പോയിന്റിലാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനെ ജസ്റ്റ് ആ വാല്യൂ മാത്രം എഴുതിയാൽ മതി, അതിനൊരു കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് ഫ്യൂച്ചർ വാല്യൂ ആണ് കിടക്കുന്നത്. 70,000 ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി. ഇനി നമ്മളവിടെ എത്രയാണോ പെർസെൻറ്റേജ് അതൊക്കെ ഫില്ല് ചെയ്യുക. -2 lakh F/P, I പറഞ്ഞ 10%, N പറഞ്ഞ 5, -35,000 F/A, I പറഞ്ഞ 10%, N പറഞ്ഞ 5, plus 70,000 is equal to -2 lakh F/P-യുടെ ഇക്വേഷൻ 1 plus I all raised to N. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. N-ന്റെ അവിടെ 5 കൊടുക്കുക, I-ന്റെ അവിടെ പെർസെൻറ്റേജും കൊടുക്കുക. -35,000
എഫ് ബൈ ആഡ് ഇക്വേഷൻ. എഫ് ബൈ ആഡ് ഇക്വേഷൻ പറഞ്ഞാൽ 1 പ്ലസ് ഐ ഓൾ റെസ്റ്റ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ ഐ പ്ലസ് 70,000. 70,000 ആണ് കേട്ടോ, 7 ലാക്ക് എന്നല്ല. ആ 70,000 ആണ്, 7 ലാക്ക് അല്ല. ഒരു പൂജ്യം ആവശ്യമില്ല, 4 പൂജ്യം ആവശ്യമില്ല 7ന് ശേഷം. ഇതാണ് അതിന്റെ ആൻസർ. ഇനി ഇതിനെ നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് കൊടുക്കുക. മൈനസ് 2 ലാക്ക് 1 പ്ലസ് 10% പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 100, അതായത് ഡെസിമലിലേക്ക് ആക്കുമ്പോൾ 0.1/5 എന്ന് കിട്ടും. n പറഞ്ഞാൽ 5. അടുത്തത് 35,000 ഒരു പൂജ്യം 35,000 ഇൻറ്റു 1 പ്ലസ് 0.1 ഓൾ റെസ്റ്റ് ടു 5 മൈനസ് 1 ഡിവൈഡ് ബൈ 0.1 പ്ലസ് 70,000. ഇപ്പൊ ഇതിന്റെ ആൻസർ കിട്ടും. ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ നമ്മൾ ചെക്ക് ചെയ്യാം. FW20 ആദ്യത്തിന് നമുക്ക് -322,100 കിട്ടും. -213679 പ്ലസ് 70,000 is equal to -465779 കിട്ടും. ഇതാണ് FW2. FW1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് കിട്ടിയത്? FW1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 480,252. 480,252. ഇതിൽ ഏതാണോ ബിഗർ വാല്യൂ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പൊ രണ്ടും നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇതിൽ FW2 ഓൾട്ടർനേറ്റീവ് 2 ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് 2 ആണ് നമുക്ക് നല്ല വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓൾട്ടർനേറ്റീവ് 2 ആണ് നമ്മൾ സെലക്ട് ചെയ്യുക.